ഹരേ കൃഷ്ണ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 3 കർമ്മയോഗം ശ്ലോകങ്ങൾ 16-17. ഏവം പ്രവർത്തിതം ചക്രം നാനുവർത്തയതിഹേയഃ അകായൂരിന്ദ്രിയാരാമോ മോഹം പാർത്ഥ സജീവതി യസ്താത്മരതിരേവസ്യ ആത്മതൃപ്തശ്ച മാനവഃ ആത്മന്യേവ ച സന്തുഷ്ടഃ തസ്യ കാര്യം ന വിദ്യതേ. ഏവം പ്രവർത്തിതം ചക്രം നാനുവർത്തയതിഹേയഃ അകായൂരിന്ദ്രിയാരാമോ മോഹം പാർത്ഥ സജീവതി യസ്താത്മരതിരേവസ്യ ആത്മതൃപ്തശ്ച മാനവഃ ആത്മന്യേവ ച സന്തുഷ്ടഃ തസ്യ കാര്യം ന വിദ്യതേ. ഹേ അർജുന, യജ്ഞകർമ്മങ്ങൾക്കുള്ള വൈദിക പ്രാമാണ്യം ഞാൻ നിനക്ക് വിശദമാക്കി തന്നു. ധർമ്മത്തിന്റെ അധിഷ്ഠാനം യജ്ഞങ്ങളാണ്. സുഖഭോഗങ്ങളുടെ സമൃദ്ധിയിൽ യജ്ഞങ്ങൾ അനുഷ്ഠിക്കാതെ സുഖമയ ജീവിതം നയിക്കുന്ന പാപികളുമുണ്ടാകാം. പക്ഷേ ഈ യജ്ഞകർമ്മചക്രത്തെ അനുസരിക്കാതെ ഭോഗസുഖങ്ങളിൽ മുഴുകി പാപമയമായ ജീവിതം നയിക്കുന്നവന് മനുഷ്യജന്മം തന്നെ നിഷ്പ്രയോജനമാകുന്നു. ആത്മാവ് ശരീരത്തിൽ തങ്ങി നിൽക്കുന്ന കാലത്ത് മാത്രമേ മനുഷ്യന് എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. ആത്മാവ് പിരിഞ്ഞുപോയാൽ ഈ ശരീരം ശക്തിഹീനമാണ്. ആത്മാവും അശക്തമാകുന്നു. അവ യോജിച്ചു നിൽക്കുന്ന ജീവിതകാലത്ത് കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കുന്നതിൽ വിമുഖത കാട്ടുന്നത് എന്തിനാണ്? അങ്ങനെ വൈമുഖ്യം കാട്ടിയാൽ ആ ജീവിതം നിഷ്ഫലമല്ലേ? സുഖാസക്തിയുള്ളവരുടെ കർമ്മങ്ങൾ പരിശുദ്ധമാകണമെങ്കിൽ യജ്ഞാനുഷ്ഠാനം അനുപേക്ഷണീയമാണ്. ഭൗതിക സുഖങ്ങൾക്ക് ലോപം വരാതെ യജ്ഞാനുഷ്ഠാനത്തിനുള്ള വിധികൾ വേദങ്ങൾ വിധിക്കുന്നുണ്ട്. ഇവിടെ ലഭിക്കുന്ന സുഖസമൃദ്ധികൾ നമ്മുടെ പരിശ്രമത്തിന്റെ മാത്രം ഫലങ്ങളല്ല, ദേവന്മാരുടെ വരദാനം കൂടിയാണ്. ആ ദേവന്മാരെ യജ്ഞങ്ങൾ കൊണ്ട് തൃപ്തിപ്പെടുത്തേണ്ടത് സുഖസമൃദ്ധികൾ അനുഭവിക്കുന്നവരുടെ കടമയാണ്. നിഷ്കാമകർമ്മമാകുന്ന മഹായജ്ഞത്തിൽ പ്രപഞ്ച ഘടകങ്ങളെല്ലാം മുഴുകിയിരിക്കെ സ്വാർത്ഥമോഹത്തോടെ കർമ്മങ്ങളിൽ മുഴുകുന്നവൻ പാപാത്മാവാകുന്നു. ഇന്ദ്രിയ സുഖങ്ങളെ പരമലക്ഷ്യമായി കരുതുന്ന സകാമന് ജീവിതത്തിൽ സംതൃപ്തി കൈവരുന്നില്ല. അസംതൃപ്തമായ ജീവിത വ്യാമോഹങ്ങളുടെ ഫണ്ടവുമായി ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുന്ന പ്രാപഞ്ചികന് അഭിലാഷങ്ങളുടെ പൂർത്തീകരണത്തിനായി വീണ്ടും ജനിക്കേണ്ടി വരുന്നു. അയാൾക്ക് ഇഹലോക ജീവിതം കൊണ്ട് ഒന്നും നേടാനാകുന്നില്ല. ഈശ്വരാർപ്പണമായി ധർമാനുഷ്ഠാനത്തിൽ മുഴുകുന്നവൻ ബ്രഹ്മസാക്ഷാത്കാരമെന്ന ആനന്ദാനുഭൂതിയിലേക്ക് അടുക്കുന്നു. അയാളുടെ ജീവിതം സാർത്ഥകമാകുന്നു. ആത്മസാക്ഷാത്കാരത്തിനു വേണ്ടി സമർപ്പിക്കപ്പെട്ട ജീവിതത്തോടെ ആത്മാനന്ദം അനുഭവിച്ച് സ്വയം സന്തുഷ്ടനും സംതൃപ്തനുമായി കഴിയുന്നവന് കർത്തവ്യമായി ഒരു കർമ്മവും ശേഷിക്കുന്നില്ല. ഈശ്വരാർപ്പണമായ ജീവിതത്തിൽ സ്വയം സന്തുഷ്ടനായി വസിക്കുന്നയാൾക്ക് മനോമാലിന്യങ്ങൾ ആകെ നശിച്ചു പോകുന്നു. പരമാത്മാവിന്റെ ശാശ്വത തത്വത്തിൽ അയാൾക്ക് പൂർണ്ണബോധമുണ്ടാകുന്നു. ഈശ്വരകാരുണ്യത്തിൽ കർത്തവ്യബോധമുണ്ടാകുന്ന അയാൾക്ക് വൈദിക വിധികൾ അനുസരിക്കേണ്ട കാര്യങ്ങൾ ഉണ്ടാകുന്നില്ല. ആത്മസാക്ഷാത്കാരം നേടിയ അയാളുടെ ഇന്ദ്രിയങ്ങളെയോ മനസ്സിനെയോ ആകർഷിക്കാൻ ഭൗതിക വിഷയങ്ങൾക്ക് കഴിയുകയില്ല. കർമ്മവാസനകൾ ക്ഷയിച്ചാലേ സ്ഥിതപ്രജ്ഞത്വം നേടാനാകൂ. ഈശ്വരാർപ്പണമായ കർമാനുഷ്ഠാനങ്ങളുടെ ലക്ഷ്യം വാസനകളെ ക്ഷയിപ്പിക്കലാണ്. ആ വിധത്തിലുള്ള കർമാനുഷ്ഠാനമാണ് യജ്ഞമെന്ന് പലതവണ ഞാൻ നിനക്ക് പറഞ്ഞു തന്നു. വാസനാക്ഷയത്തിനുതകും വിധം യജ്ഞരൂപത്തിൽ കർമാനുഷ്ഠാനം ചെയ്യുന്നവന് കർത്തവ്യമായി ഒന്നും ശേഷിക്കുന്നില്ല. സ്ഥിതപ്രജ്ഞൻ ആത്മതൃപ്തനാകുന്നു. രതി തൃപ്തികരമാകണമെന്നില്ല, തൃപ്തി സന്തോഷപ്രദമാകണമെന്നുമില്ല. അതുകൊണ്ടാണ് ആത്മരതി, ആത്മതൃപ്തൻ, ആത്മനിസന്തുഷ്ടൻ എന്നിങ്ങനെ ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. ഹരേ കൃഷ്ണ. ഏവം പ്രവർത്തിതം ചക്രം നാനുവർത്തയതിഹേയഃ അകായൂരിന്ദ്രിയാരാമോ മോഹം പാർത്ഥ സജീവതി. പാർത്ഥ, ഹേ അർജുന, ഏവം ഈ വിധത്തിൽ പ്രവർത്തിതം വേദങ്ങളാൽ സ്ഥാപിക്കപ്പെട്ട ചക്രം സംവിധാനത്തെ യഹ യാതൊരുവൻ ഇഹ ഈ ജീവിതത്തിൽ ന അനുവർത്തയതി അനുവർത്തിക്കുന്നില്ലയോ അഘായു പാപജീവി ഇന്ദ്രിയാരാമഹ വിഷയസുഖങ്ങളിൽ മുഴുകിയവനായി മോഹം വ്യർത്ഥമായി ജീവതി ജീവിക്കുന്നു. 17ാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം കൂടി നോക്കാം.
യസ്താത്മരതിരേവസ്യ ആത്മതൃപ്തച്ച മാനവഃ ആത്മന്യേവ ച സന്തുഷ്ട തസ്യ കാര്യം ന വിദ്യതേ. തു എന്ന് പറഞ്ഞാൽ എന്നാൽ എന്നാണ്. തു എന്നാൽ യഹ മാനവഃ യാതൊരു മനുഷ്യൻ ആത്മരതി ഏവ ആത്മാരാമനായും ആത്മതൃപ്തഃ ച ആത്മതൃപ്തനായും ആത്മിനീയേവ ആത്മാവിൽ തന്നെ സന്തുഷ്ടജ സന്തുഷ്ടനായും സ്യാത് ഭവിക്കുമോ തസ്യ അവന് കാര്യം കർത്തവ്യമായി എന്തെങ്കിലും ന വിദ്യതേ ഉണ്ടായിരിക്കുന്നില്ല. ഹരേ കൃഷ്ണ.